വലിയ വിജയം നേടിയതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF. പക്ഷേ അവർക്ക് വെല്ലുവിളിയായത് തൃശ്ശൂരിലെ പരാജയമാണ്. അത് ചെറിയൊരു പരാജയമല്ല. കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ മണ്ഡലം മാറ്റി നടത്തിയ പരീക്ഷണത്തിൽ പരാജയമുണ്ടായപ്പോൾ അത് മുരളീധരൻ ഉയർത്തുന്ന പരാതി എങ്ങനെ പരിഹരിക്കുമെന്നതാണ് കോൺഗ്രസിനെയും UDFിനെയും കുഴയ്ക്കുന്ന വിഷയം. ഇവിടെയാണ് തൃശ്ശൂരിൽ പരാജയപ്പെട്ട മുരളീധരന് പുതിയ ചില പരിഹാര നിർദ്ദേശങ്ങളുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നീക്കം. മറ്റൊന്നുമല്ല, വയനാട് സീറ്റാണ്. വയനാട് സീറ്റിൽ എന്തായാലും രാഹുൽ ഗാന്ധി ഒഴിയും. രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് സീറ്റ് കെ മുരളീധരൻ നൽകിയുള്ള ഒരു പരിഹാര നിർദ്ദേശത്തിലേക്ക് UDF കേന്ദ്രങ്ങൾ, കോൺഗ്രസ് കേന്ദ്രങ്ങൾ നീക്കം നടത്തുന്നു എന്നതാണ് സൂചന. രാഹുൽ ഗാന്ധി ഒഴിയുന്ന സീറ്റ് കെ മുരളീധരന് നൽകി പരാതി പരിഹരിക്കാനാണ് ശ്രമം. മുസ്ലിം ലീഗും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ സുധാകരൻ കോഴിക്കോട് നേരിട്ടെത്തി മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകളുമുണ്ട്. എന്നാൽ വയനാട് സീറ്റല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനാണ് മുരളീധരൻ്റെ നിലപാട്, ആഗ്രഹം എന്നതാണ് വ്യക്തത. വയനാട് സീറ്റിലേക്ക് താൻ ഇല്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അനുനയ നീക്കം ഫലം കാണാനുള്ള സാധ്യതയില്ല. പകരം വയനാട് സീറ്റിൽ ആര് മത്സരിക്കും? പ്രിയങ്ക ഗാന്ധി സഹോദരന് പകരം വയനാട്ടിലേക്ക് എത്തുമോ എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ഒപ്പം മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന് മുന്നിൽ മറ്റെന്തൊക്കെ മാർഗങ്ങൾ? വയനാട്ടിലേക്ക് തന്നെ മുരളീധരനെ അനുനയിപ്പിച്ചെടുത്താൻ കോൺഗ്രസിന് കഴിയുമോ? ഇങ്ങനെ നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്കാണ് നീളുന്നത്. ഒപ്പം ലീഗ് നേരത്തെ തന്നെ ക്ലെയിം ചെയ്തതാണ് വയനാട് സീറ്റ് എന്ന ആവശ്യം. മൂന്നാം സീറ്റ് ആവശ്യം നടക്കാതെ വന്നപ്പോൾ മറ്റൊരു സീറ്റ്, പുതിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒഴിവ് വരുമ്പോൾ ലീഗ് ഈ വിഷയത്തിൽ നിലപാടെടുക്കുമോ? അങ്ങനെ നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു പ്രതിസന്ധിയായി വയനാടുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡാൻ കുര്യനുണ്ട്, ഒപ്പം EMS അനീഷ് കുമാരും ചേരുന്നു. ആദ്യം ഡാൻ, മുരളീധരനെ അനുനയിപ്പിക്കാൻ വയനാട് സീറ്റ് എന്ന സൊല്യൂഷൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. മുരളീധരൻ വഴങ്ങുമോ? ഒരു കാരണവശാലും വഴങ്ങത്തില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന്, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന ഒരു വ്യക്തിപരമായ തീരുമാനത്തിലായിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് സിറ്റിംഗ് MP എല്ലാം മത്സരിക്കണമെന്ന നിലപാട് എടുക്കുന്നത്. അവിടെ നിന്ന് കെ മുരളീധരന് മാറി നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകുകയുമായിരുന്നു. മാത്രവുമല്ല, വടകരയിൽ തന്നെ തുടരണമെന്ന ആഗ്രഹം മുരളീധരന് വ്യക്തിപരമായി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പത്മജ BJPയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ടായ ആശയക്കുഴപ്പം, അതോടൊപ്പം കോൺഗ്രസിനെ മുഖം രക്ഷിക്കുക എന്നത് ആ ഘട്ടത്തിൽ അനിവാര്യമായ ഒരു ഘടകവുമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിക്കെതിരെ മത്സരിപ്പിക്കുക എന്ന നിർണായകമായ രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഡൽഹിയിൽ നിന്നെടുക്കുന്നത്. അതേ തുടർന്നാണ് മുരളീധരന് വ്യക്തിപരമായ താല്പര്യം മറികടന്ന് അദ്ദേഹത്തിന് തൃശ്ശൂരിലേക്ക് മടങ്ങിയെത്തേണ്ട സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. എന്തായാലും കനത്ത തോൽവിയാണ് മുരളീധരൻ അവിടെ ഉണ്ടായത്. അദ്ദേഹത്തെ ബലിയാടാക്കുകയായിരുന്നു എന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായെങ്കിലും പരസ്പരം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പൊതുരംഗത്ത് നിന്ന് തന്നെ താൻ വിട്ടുനിൽക്കാൻ പോവുകയാണെന്ന നിലപാടുമായി കെ മുരളീധരൻ രംഗത്തെത്തുന്നത്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് അപ്പാടെ ഒരു വലിയ സമ്മർദ്ദമായി മാറിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും അണിയറയിൽ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ വയനാട്ടിലേക്ക് മത്സരിക്കാനില്ല എന്ന നിലപാടിൽ കെ മുരളീധരൻ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രിയങ്ക ഗാന്ധി തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരക്കാരനായി വയനാട്ടിലേക്ക് എത്തുമെന്നാണ് സൂചന. കാരണം അവിടുത്തെ പ്രാദേശികമായ വികാരവും അങ്ങനെ തന്നെയാണ്. രാഹുൽ മാറുന്നു എന്ന കാര്യത്തോട് പോലും പ്രാദേശികമായ നേതൃത്വത്തിന്, പ്രവർത്തകർക്കൊന്നും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണ്. അപ്പോൾ മറ്റ് പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന, പൊതുവികാരത്തിന് എതിരല്ലാത്ത ഒരാൾ വേണം അവിടേക്ക് മത്സരിക്കാൻ. അങ്ങനെയാണെങ്കിൽ പകരക്കാരനായി എത്തേണ്ടത് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെയും പ്രാദേശിക നേതൃത്വങ്ങളുടെയും ഒക്കെ അഭിപ്രായം. ആ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയായിരിക്കും മുൻതൂക്കം. എന്തായാലും കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി വയനാട് സീറ്റ് നൽകുക എന്ന കാര്യം വിരളമായ ഒരു സാധ്യത മാത്രമാണ് നിലവിൽ. അദ്ദേഹം അക്കാര്യം KPCC അധ്യക്ഷൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തും വൈകുന്നേരം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെയും നേരിട്ട് തന്നെ ഇക്കാര്യം അറിയിക്കും. പിന്നെ കെ മുരളീധരനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന വലിയ ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ബാക്കിയാകുന്നത്. അവിടെ സംഘടനാ തലത്തിൽ നിർണായകമായൊരു പദവിയിലേക്ക് കെ മുരളീധരനെ കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വം, ഹൈക്കമാൻഡ് നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ ഒന്ന് തുടരണം. EMS അനീഷ് കുമാർ, അനീഷ്, മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള പല നീക്കങ്ങളുമുണ്ട്. പക്ഷേ ഈ ആദ്യ നീക്കം തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മുരളീധരൻ അനുകൂല നിലപാടിലേക്കല്ല.
അങ്ങനെയെങ്കിൽ മറ്റെന്ത് എന്നതാണ് ചോദ്യം. അനീഷ, ഇതിൽ പ്രധാനമാവും ലീഗിൻ്റെ നിലപാട് വളരെ സുപ്രധാനമാണ്. കാരണം 3ാം സീറ്റ് എന്ന ആവശ്യം ലീഗിന് നേരത്തെ ഉണ്ടായിരുന്നതാണ്. പകരം അത് നടക്കാതെ പോയപ്പോൾ വയനാട് ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവ് വരുന്നു. അവിടെ സ്വാഭാവികമായ ഒരു ക്ലെയിം ലീഗിന് ഉന്നയിക്കാവുന്നതാണ്. അത്തരം ക്ലെയിമിനപ്പുറം മുരളീധരനെ വേണേ പരിഗണിച്ചുകൂടെ എന്നൊരു നിർദ്ദേശം ലീഗിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടോ? അത്തരമൊരു നിർദ്ദേശം വന്നാൽ അത് മുരളീധരനും അക്സെപ്റ്റ് ചെയ്യുമോ? അത്തരം സമ്മർദ്ദ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? മുരളീധരൻ അതിനപ്പുറത്തേക്ക് താൻ വയനാട്ടിലേക്കില്ല എന്നൊരു നിലപാടെടുത്തിട്ട് പിന്നീട് വഴങ്ങുക, അത്തരം നീക്കങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണോ? ലീഗുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ. നമുക്കറിയാം, ലീഗുമായി ബന്ധപ്പെട്ട ഏത് വിഷയമുണ്ടായാലും അത് ലീഗിൻ്റെ ഒരു സൗമനസ്യത്തോടുകൂടി പരിഹരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ ലീഗ് അടിയന്തര പ്രാധാന്യത്തോടുകൂടിയാണ് വിഷയത്തെ കാണുന്നത്. ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടി KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. വയനാട് സീറ്റ് മുരളീധരന് നൽകണമെന്ന രീതിയിൽ തന്നെയാണ് ലീഗ് ആവശ്യം ഉന്നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിലും അത്തരത്തിലൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം റായ്ബറേലി വളരെ ശ്രമകരമായ പോരാട്ടത്തിനൊടുവിൽ രാഹുൽ ഗാന്ധി തിരിച്ചുപിടിച്ച മണ്ഡലമാണ്. ഒപ്പം ഉത്തർപ്രദേശിൽ പൊതുവെയും വലിയ നേട്ടമുണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ മടങ്ങേണ്ടതില്ല എന്നൊരു വികാരം കോൺഗ്രസിലുണ്ട്. അങ്ങനെയെങ്കിൽ വയനാട് ഉറപ്പായും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. അതുകൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ മുരളീധരന് ജയിച്ചു വരാൻ പറ്റിയ ഒരു മണ്ഡലമാണ്. സ്ഥാനാർത്ഥിയായി ഒന്ന് നിന്ന് തന്നാൽ പോലും ലീഗിനും കോൺഗ്രസിനും ഒക്കെ അനായാസം മുരളീധരനെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷേ നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് തന്നെ മുരളീധരൻ തന്റെ തീരുമാനം ഒരു വട്ടം ഈ വസതിയിൽ വെച്ച് പ്രഖ്യാപിച്ചതാണ്. നമുക്കറിയാം, എല്ലായ്പ്പോഴും തുറന്നു കിടക്കുന്ന, മാധ്യമങ്ങൾക്ക് എപ്പോഴും അകത്തേക്ക് കയറാൻ സ്വാതന്ത്ര്യമുള്ളൊരു വീടാണ്. പക്ഷേ ഇന്നലെ മുതൽ ഈ വീട് ഏതാണ്ട് മിക്കവാറും സമയങ്ങളിൽ അടച്ചു കിടക്കുകയാണ്. ഒപ്പം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കോ സംസ്ഥാന ഘടകത്തിലുള്ള നേതാക്കൾക്കോ പോലും മുരളീധരനെ ഫോണിൽ ലഭ്യമാവാത്ത അവസ്ഥ. കെ സുധാകരൻ KPCC പ്രസിഡന്റ് പലവട്ടം അദ്ദേഹവുമായി ഫോണിൽ സംഭാഷണം നടത്താൻ ശ്രമിച്ചെങ്കിലും അതിന് വഴങ്ങാൻ നിൽക്കുന്ന സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തി അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഉച്ചതിരിഞ്ഞ് അദ്ദേഹം ഇവിടേക്ക് എത്തും. കണ്ണൂരിലെ 1-2 പരിപാടികളിൽ പങ്കെടുത്ത ശേഷം മുരളീധരനെ കാണാനായി എത്തുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇത്തരത്തിലാണ് സാഹചര്യം നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞാൽ, വയനാട് സീറ്റ് എന്ന പ്രധാന പോയിന്റിലേക്ക് എത്തി ലോക്സഭ ഏത് വിധേനയാണോ അദ്ദേഹത്തിന് ഇത്തവണ ലോക്സഭയിലേക്ക് പോകാൻ കഴിയാതെ വന്നത്, അതേ ലോക്സഭയിലേക്ക് തന്നെ മുരളിയെ വലിയ പോരാട്ടമില്ലാതെ എത്തിക്കാവുന്ന ഒരു വാഗ്ദാനമാണ് കോൺഗ്രസ് നൽകുന്നത്. പക്ഷേ മുരളീധരൻ അതിൽ വഴങ്ങില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു കലാപക്കൊടി ഉയർത്തിയിരുന്നു. താൻ ഇനി മത്സരത്തിലേക്കില്ല എന്ന പ്രഖ്യാപനം ഈ വീട്ടിൽ വെച്ച് അദ്ദേഹം നൽകി. കരുണാകരന്റെ സ്മൃതി കുടീരം നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം കാര്യമായൊരു ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആ സ്മാരക നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി താൻ താൽക്കാലികമായി പ്രധാന രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് വയനാട്ടിലെ ശിബിരത്തിൽ സിറ്റിംഗ് MP-മാർ പങ്കെടുക്കണമെന്നും ഹൈക്കമാൻഡ് നിശ്ചയമായും മുരളീധരൻ മത്സരരംഗത്ത് ഉണ്ടാവണമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം KK ശൈലജ ടീച്ചർ മത്സരരംഗത്തെത്തിയപ്പോൾ ഒരു ചെറിയ വിമുഖത അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം വടകരയിൽ മത്സരിക്കാനൊന്നും ആരും ആവശ്യക്കാരില്ല, അതുകൊണ്ട് താൻ തന്നെ തുടരുമെന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് പത്മജ BJP-യിലേക്ക് പോകുന്ന അസാധാരണമായ സാഹചര്യം ഉണ്ടാവുകയും തൃശ്ശൂരിൽ മുരളീധരൻ മത്സരിച്ചാൽ ഒരുപക്ഷെ സുരേഷ് ഗോപിയിൽ നിന്ന് മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വരികയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ കണക്കൂട്ടിലും പാർട്ടിയുടെ കണക്കൂട്ടിലും തെറ്റുകയും ചെയ്തു. എന്തായാലും പാർട്ടിക്കായി ചാവേറായി പോയ ആളാണ്. ഇതിനു മുമ്പും പാർട്ടിക്കായി ഇത്തരം ദൗത്യങ്ങൾ താൻ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ തന്നോട് വലിയ ദ്രോഹമാണ് ആ പാർട്ടി ചെയ്തതെന്നൊരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ഒരുപക്ഷം നേതാക്കൾ ചെയ്തതെന്നൊരു വിലയിരുത്തൽ മുരളീധരനുണ്ട്. അതുകൊണ്ട് വയനാട് സീറ്റിനേക്കാൾ ഒക്കെ ഉപരി KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന ഒറ്റ പോയിന്റിലേക്കാണ് മുരളി നീങ്ങുന്നതെന്നാണ് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത്. കേവലം ഇത് മുരളിയുടെ ഒറ്റപ്പെട്ട നീക്കം മാത്രമല്ല, കോൺഗ്രസിലെ A ഗ്രൂപ്പ് അടക്കമുള്ളവരുടെ പിന്തുണ ഈ നീക്കങ്ങൾക്ക് മുരളിക്ക് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഹൈക്കമാൻഡിന് ഒരുപക്ഷെ മുരളിയുടെ ഈ തീരുമാനത്തോട് വഴങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവുന്ന തന്റെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങിയെത്തുകയും അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്റെ അജയ്യത ഒരിക്കൽ കൂടി ഉറപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് മുരളി കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒന്ന് തുടരുക. നമുക്ക്